ഹേ ഗായ്സ്, വെൽക്കം ടു GJ വേഴ്സ്. ദിസ് ഇസ് മീ GJ. ഇന്ന് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി കുമ്പളങ്ങിയിലേക്ക് ഒരു ട്രിപ്പ് പോവുകയാണ്, ഒരു ചെറിയ ഷോർട്ട് ട്രിപ്പ്. അപ്പോൾ അവിടെ ഒരു സ്റ്റേക്കേഷൻ പോലെ ഒരു ചെറിയ സ്പോട്ടൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. പോടും കാര്യങ്ങളൊന്നും ഇല്ല, എന്നാലും എന്തൊക്കെയോ സെറ്റപ്പുകളുണ്ട്. നമുക്ക് എന്തായാലും പോയി നോക്കാം. സോ ലെറ്റ്സ് ഗോ. കാക്കനാട് നിന്ന് ഏകദേശം ഒരു മണിക്കൂർ ഡ്രൈവ് ഉണ്ട് നമ്മുടെ ഈ ഒരു കുമ്പളങ്ങിയിലേക്ക്. കുമ്പളങ്ങിയുടെ അടുത്തായിട്ടുള്ള ലെനീസ് കമ്പവല എന്ന് പറഞ്ഞൊരു കിച്ചൺ സ്റ്റേ ഉണ്ട്. അവിടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഒരു സ്റ്റേക്കേഷനാണ് നമ്മുടെ പ്ലാൻ. ഓഫീസിലെ തന്നെ വളരെ അടുത്ത സുഹൃത്തുക്കൾ മാത്രമുള്ള ഒരു ട്രിപ്പാണിത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയുള്ളൊരു ട്രിപ്പായിരുന്നു. സോ അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് എന്തായാലും കാണാം. ഞങ്ങൾ നേരെ ലെനീസ് കമ്പവലയുടെ സ്റ്റേയിലേക്ക് എത്തുമ്പോൾ തന്നെ അവിടെ ബിവെയർ ഓഫ് ഡോഗ്സ് എന്നുള്ള ബോർഡ് കണ്ടു. മുത്തിന് ചെറിയ പേടിയൊക്കെ ഉണ്ട് പട്ടിയെ. എന്തായാലും ഞങ്ങൾ അവിടെ വണ്ടി നിർത്തി അകത്തേക്കൊക്കെ കയറി. ഇതാണ് അവിടുത്തെ ബോർഡ്. നല്ല ഭംഗിയുള്ളൊരു സ്റ്റേ ആണ് കാണാനായിട്ട്. പുറത്ത് നിന്ന് തന്നെ ഒരു സാധാ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു വീടും അതിന് ചുറ്റുമായിട്ട് മരങ്ങളും പിന്നെ പുറത്തിരുന്ന് ചായ കുടിക്കാൻ പറ്റിയ സ്പോട്ട്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. നേരത്തെ ആ ബിവെയർ ഓഫ് ഡോഗ്സിൽ കണ്ട ആ പട്ടിക്കുട്ടിയാണ് ഇതാ നിൽക്കുന്നത്. പക്ഷേ ഭയങ്കര ക്യൂട്ടായിരുന്നു. അവൻ വന്ന് നമ്മളെ നോക്കി വാലാട്ടി. വളരെ രസമായിട്ട് നല്ല പ്ലേഫുൾ ആയിട്ടുള്ളൊരു ഡോഗാണ്. എന്തായാലും അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയർ ഭയങ്കര ഒരു കൂളാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കായലിൻ്റെ കാറ്റ് ഇങ്ങനെ വീശിക്കൊണ്ടേയിരിക്കും എല്ലാ സമയവും. സോ അതുകൊണ്ട് തന്നെ അവിടെ ചൂടൊന്നുമില്ല. ഉച്ചയ്ക്കാണ് നമ്മൾ എത്തുന്നതെങ്കിൽ പോലും വലിയൊരു ഉഷ്ണമോ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടോ ഒന്നും തന്നെ നമുക്ക് ഫീൽ ചെയ്യില്ല. മാത്രമല്ല ആ ഒരു ചീനവലയും എല്ലാം കൂടെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ്. സോ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ ക്ലിക്ക് ചെയ്ത ശേഷം നേരെ റൂംസ് ചെക്ക് ചെയ്യാനായിട്ട് പോയി. 2 വലിയ റൂംസാണ് അവിടെ ഉള്ളത്. താഴെ ഓണേഴ്സാണ് താമസിക്കുന്നത്. അതാണ് നമ്മുടെ ആ ഒരു ലെനി എന്ന് പറഞ്ഞ ആ ഒരു ലേഡി, അവരുടെ ടീമും. അതിൻ്റെ മേളിലായിട്ട് നമുക്ക് 2 വലിയ റൂംസ് ഉണ്ട്. ഇഷ്ടംപോലെ കട്ടിലും അല്ലാതെ ഇരിക്കാനുള്ള സ്പേസും എക്സ്ട്രാ ബെഡുകൾ ഒരുപാടുണ്ട് മൊത്തത്തിൽ. പിന്നെ 2 അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. എല്ലാം നല്ല വൃത്തിയോടെയും വളരെ നീറ്റായിട്ട്, എന്താ പറയുക, ഒരു പ്ലീസിങ് ആയിട്ടാണ് അവരത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ നല്ല കായലിൻ്റെ അരികത്ത് ഒരു വീടൊക്കെ വെച്ച് താമസിക്കുന്ന ഒരു ഫീല് നമുക്ക് കിട്ടുന്ന ആ ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഈ ഒരു കമ്പവല കിച്ചൺ. സോ ഞങ്ങൾ എത്തിയണം തന്നെ അവർ നമുക്ക് വെൽക്കം ഡ്രിങ്ക്സും കാര്യങ്ങളും അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു. സോ നമ്മളവിടെ ഒരു കോമൺ മീറ്റിംഗ് സ്പേസ് ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് ഇതേപോലെ ഫോട്ടോ ഒക്കെ എടുക്കാം, പാട്ട് വെച്ച് ആസ്വദിക്കാം. പിന്നെ അവിടെ ബാംബൂവിൻ്റെ ഒരു സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. സോ അവിടെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് നാരങ്ങ വെള്ളമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ആ ബാംബൂവിൻ്റെ സാധനം. നല്ല ക്രിങ് സൗണ്ടൊക്കെ കേൾക്കും. സോ ഞങ്ങൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. കണ്ടൽ കാടുകളുടെയും ചീന വലകളുടെയും ഒക്കെ ആ ഒരു ഹിസ്റ്ററി ഒരുപാട് വിളിച്ച് പറയുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ് നമ്മുടെ ഈ കുമ്പളങ്ങി. സോ നമ്മൾ എന്തായാലും അവിടെ എത്തി. ആദ്യം ഈ ഒരു ജ്യൂസൊക്കെ കുടിച്ചു. നല്ല ലൈം ജ്യൂസാണ്. പിന്നെ കുറച്ച് നേരം അവിടെ വന്ന് പിക്ചേഴ്സൊക്കെ ക്ലിക്ക് ചെയ്തു. പിന്നെ ഓരോ വിശേഷങ്ങൾ അവിടെ ഇതേപോലെ സ്വിങ് ഉണ്ട്, കിടക്കാനായിട്ട് അങ്ങനെ ഒരു ഹാമക്ക് ഉണ്ട്. സോ അതൊക്കെ ഞങ്ങളങ്ങനെ ഭയങ്കര രസമായിട്ട് യൂട്ടിലൈസ് ചെയ്തു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫോട്ടോ എടുക്കുക, അതായത് ഇതേപോലെ ഓരോ അഭ്യാസങ്ങൾ കാണിക്കുക. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. മൊത്തത്തിൽ നമ്മൾ ഫാമിലി ആയിട്ടാണെങ്കിലും ഫ്രണ്ട്സ് ആയിട്ടാണെങ്കിലും ഒക്കെ വന്ന് ഒരു 10 പേർക്കൊക്കെ അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു സ്പോട്ടാണ്. കളികൾ, തമാശകൾ, ഇതേപോലെ വയ്യാത്ത സാധനങ്ങളൊക്കെ ചെയ്ത് വേണമെങ്കിൽ പെട്ട് കിടക്കാം. അങ്ങനെ മൊത്തത്തിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടാണ്. വളരെ പ്രൈവസി നമുക്ക് ഫീൽ ചെയ്യും. അവിടെ ഓണേഴ്സ് താമസിക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്കൊരു തരത്തിലുള്ള അവരുടെ ഒരു ശല്യമോ ഒരു ബുദ്ധിമുട്ടോ ഒന്നും തന്നെ നമുക്ക് ഫീൽ ചെയ്യില്ല. മൊത്തത്തിൽ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇതേപോലെ എല്ലാവർക്കും മറന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ് നമ്മുടെ ഈ ലെനീസ് കമ്പവല. അവിടെയാണെങ്കിൽ നമ്മുടെ മറ്റേ ഈ കുമ്പളങ്ങി നൈറ്റ്സിലെ പോലുള്ള കാഴ്ചകൾ ഒരുപാട് കാണാനായിട്ട് സാധിക്കും. ആ സിനിമയിൽ ശരിക്കും ആ സിനിമ ഒപ്പിയെടുത്തത് ഇവിടുത്തെ ഒരു ബ്യൂട്ടി തന്നെയാണ്. അവിടെ ഇതേപോലെ ഇങ്ങനെ പൊട്ടിച്ച് കളിക്കാവുന്ന കുറേ സാധനങ്ങളൊക്കെ കണ്ടു. ഞാൻ ഇത്തരം ചെടികളൊക്കെ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ കാണുന്നത്. ഇതേപോലെ വെള്ളത്തിൽ നിൽക്കുന്നൊരു ചെടിയാണ്. നമ്മളിങ്ങനെ എടുക്കുമ്പോഴത്തേക്കും ഇതേപോലെ ബബിൾ ഉണ്ടാവും. അത് നമുക്കിങ്ങനെ ഞെക്കി പൊട്ടിക്കാം. അങ്ങനെ ഈ ബബിളൊക്കെ പൊട്ടിച്ചിരുന്നപ്പോഴാണ് നമ്മുടെ ആരവ് എത്തിയത്. ആരവ് ഇതേപോലെ അതിനടുത്തുള്ള മറ്റൊരു ഐലൻഡിലാണ് താമസിക്കുന്നത്, പെരുമ്പളം എന്ന് പറഞ്ഞാൽ. അവിടെ ഞങ്ങൾ ഇതിനു മുമ്പ് പോയിട്ടൊക്കെ ഉണ്ട്. സോ അവിടെ നിന്ന് ആരവ് എത്തി. സോ ഞങ്ങൾ മെല്ലെ ഫുഡ് കഴിക്കാനുള്ള പരിപാടികളിലേക്ക് ഇരുന്നു. ആദ്യം നമ്മുടെ മുന്നിൽ കൊണ്ടുവന്നത് പ്രോൺസ് ഫ്രൈ ആണ്. 2 പ്ലേറ്റ് പ്രോൺസ് ഫ്രൈ ഉണ്ട്. ഇഷ്ടംപോലെ പച്ചമുളകും കറിവേപ്പിലയും പിന്നെ പ്രോൺസും എല്ലാം ആയിട്ട് അടിപൊളി നല്ല ഭംഗിയായിട്ട് ഇരിപ്പുണ്ട്. അതിനോടൊപ്പം മോര് കറിയുണ്ട്, ചോറ്, പിന്നെ ക്യാബേജ് തോരൻ, മീൻകറി നല്ല ആവോലിക്കറിയാണ് കേട്ടോ അത്. അതിനോടൊപ്പം അച്ചിങ്ങ, പിന്നെ അല്ലാതെ നമ്മുടെ മീൻ പൊള്ളിച്ചതുണ്ട്. അപ്പോൾ അർഷദ മീൻ പൊള്ളിച്ചത് നല്ല ചൂടോടെ അൺബോക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അൺബോക്സിങ് വീഡിയോ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. കരിമീനാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള കരിമീൻ പൊള്ളിച്ചത്. നല്ല തക്കാളിയും കാഷ്യൂനട്ടും ചുവന്നുള്ളിയൊക്കെ ചേർത്ത പേസ്റ്റ് കൂടെ വെച്ചിട്ട് ആ ഒരു ഫിഷ് ഫ്രൈ ചെയ്ത ശേഷം ആ ഒരു പേസ്റ്റിൽ വെച്ച് വാഴയിലയിൽ വെച്ച് വാട്ടിയെടുത്തതാണ് നമ്മുടെ ഈ ഒരു കരിമീൻ പൊള്ളിച്ചത്. പിന്നെ അച്ചാറുണ്ട്. സോ നമുക്കിങ്ങനെ ഓരോന്നായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൊഞ്ച് ഫ്രൈ കഴിച്ചു, നല്ല ടേസ്റ്റായിട്ട് ഫീൽ ചെയ്തു. കരിമീൻ പൊള്ളിച്ചത് അതും ഇതേപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആ ഒരു മീറ്റാണ്. പിന്നെ ചോറ്, പപ്പടം, കറികളെല്ലാം കൂടെ ചേർത്ത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡാണ് നമുക്കന്ന് കഴിക്കാനായിട്ട് സാധിച്ചത്. ഇതെല്ലാം ഭയങ്കര കോസ്റ്റ് കുറവുമാണ്. അതായത് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോയി ഇതെല്ലാം നമുക്ക് കഴിച്ച് ആസ്വദിക്കാം, വലിയ പൈസയൊന്നും ഇല്ലാതെ. എന്നാൽ നല്ല മനോഹരമായിട്ടുള്ള സേഫ് ആയിട്ടുള്ള ഫുഡ്. ഊണ് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം മൊണോപ്പൊളിയൊക്കെ കളിച്ചിരുന്നു. മൊണോപ്പൊളി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മുടെ ഭയങ്കര രസമുള്ള ഗെയിമാണ്. അതിൻ്റെ ഒരു മലയാളം എഡിഷൻ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സോ അതാണ് നമ്മളെല്ലാവരും ഇരുന്ന് കളിച്ചത്.
അത് കഴിഞ്ഞ് ഊണൊക്കെ കഴിഞ്ഞ് ഗെയിംസൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇനി നമുക്കൊന്ന് കറങ്ങാനായിട്ട് ഇറങ്ങാം. കുമ്പളങ്ങിയിൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഒരു ബീച്ചും അതിനോടടുത്ത് ഒരു വാക്ക് വേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അങ്ങോട്ടേക്ക് പോകാനായിട്ട് നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് സ്റ്റാർട്ട് ചെയ്തു. പോകുന്ന വഴി തന്നെ ഒരു പള്ളിയിൽ പെരുന്നാൾ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു. സോ തിരിച്ചു വരുമ്പോൾ അവിടെ ഇറങ്ങാൻ നമുക്ക് പ്ലാനുണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ വാക്ക് വേയിലേക്ക് വെച്ച് പിടിച്ചു. പോകുന്ന വഴിയും ഇതേപോലെ തന്നെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കാണാനായിട്ടുള്ള. ഞാൻ പറഞ്ഞ പോലെ വാട്ടർ ബോഡീസാണ് ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത. കേരളത്തിൽ ആദ്യമായിട്ട് ഇക്കോ ടൂറിസം നടപ്പാക്കിയ സ്ഥലമാണ് കുമ്പളങ്ങി എന്നാണ് പറയുന്നത്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബയോലുമിനിസെൻസ് അല്ലെങ്കിൽ കവര അടിയുക എന്നൊക്കെ പറയുന്നൊരു സംഭവമാണ്. ജൂലൈ സമയങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ രാത്രികളിൽ നമുക്ക് ഈ ഒരു കവര അടിയുന്ന പരിപാടി നമുക്ക് കാണാനായിട്ട് സാധിക്കും. വെള്ളത്തിൽ തിളങ്ങി വരുന്നത് നമ്മുടെ കുമ്പളങ്ങി നൈറ്റ് സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ കാണിക്കുന്നതാണ് ആ ഒരു സംഭവം. സോ എന്തായാലും ഞങ്ങൾ ആ ഒരു വാക്ക് വേയുടെ അടുത്തേക്ക് എത്തി. വാക്ക് വേയിൽ മര്യാദയ്ക്ക് കയറാൻ പടിയൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളെപ്പോലുള്ള അഭ്യാസികൾ ഇതുപോലത്തെ വഴികളിലൂടെ കയറുള്ളൂ. അങ്ങനെ ഞങ്ങൾ വാക്ക് വേ കയറി. വളരെ മനോഹരമായി സൺസെറ്റ് കാണാൻ പറ്റുന്നൊരു പോയിൻ്റാണിത്. അവിടുത്തെ നാട്ടുകാരൊക്കെ മറ്റാരെയും ശല്യം ചെയ്യാതെ വളരെ പീസ്ഫുള്ളായിട്ടുള്ളൊരു പ്ലേസാണ്. ആദ്യമേ പറയാമല്ലോ, വലിയ ട്രാഫിക്കോ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ലാതെ വളരെ സമാധാനപരമായിട്ട് ആരുടെയും ശല്യം ഇല്ലാതെ നമുക്കിങ്ങനെ നേച്ചറും നമ്മളുമായിട്ട് ഇങ്ങനെ ആസ്വദിച്ച് പോകാം. ഇവിടെ പല ആളുകളുമുണ്ട്. അവരവരുടെ ബിസിനസ് മൈൻഡ് ചെയ്യുന്നു, നമ്മൾ നമ്മുടെ ബിസിനസ് മൈൻഡ് ചെയ്യുന്നു. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺസെറ്റ് കാണുന്നു, ആസ്വദിക്കുന്നു. പിന്നെ ഫോട്ടോസ് എടുക്കാം, അല്ല പാട്ട് പാടാം, എന്ത് വേണം നമുക്കവിടെ ചെയ്യാം. ഈ റീല് ഷൂട്ട് ചെയ്യേണ്ടവർക്ക് അത് ഷൂട്ട് ചെയ്യാം. അങ്ങനെ പറ്റിയ മനോഹരമായിട്ടുള്ളൊരു വാക്ക് വേയാണ്. അവിടെ നിന്ന് ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ച് 2 കപ്പലിൻ്റെയൊക്കെ കുറച്ചിങ്ങനെ സൺസെറ്റും കണ്ട് നിൽക്കാനായിട്ട് ഭയങ്കര സുഖമാണ്. നമ്മുടെ ക്യാമറയുടെ സൂമിൻ്റെ കപ്പാസിറ്റിയൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ദൂരെ ആ സൺസെറ്റിന് താഴെ കൂടെ ഒരു ഷിപ്പ് പോകുന്നതൊക്കെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എത്രത്തോളം അത് ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ടെന്നൊന്നും അറിയില്ല. എന്തായാലും അങ്ങനെ ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ട് നമ്മുടെ ഈ ഒരു ട്രിപ്പിൻ്റെ പ്രധാന ഉദ്ദേശം തന്നെ നമ്മുടെ ഏറ്റവും അടുത്ത 3 സുഹൃത്തുക്കൾ കമ്പനിയിൽ നിന്ന് മാറി പോവുകയാണ്. സോ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ഒരു ട്രിപ്പ് പോയത്. രാമും അർഷയ ആരവുമാണ് പോയത്. സോ അവരുടെ ഒരു ട്രീറ്റായിരുന്നു ഈ ഒരു ട്രിപ്പ്. സോ ആ ഒരു ട്രീറ്റിനെ നമ്മൾ അത്രയും ബ്യൂട്ടിഫുള്ളായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു 1 ലാസ്റ്റ് ട്രിപ്പ് എന്നൊക്കെ പറയുന്ന പോലെ അതിന് ഏറ്റവും മനോഹരമായിട്ട് ഞങ്ങളത് ചെയ്തു. അത് ഭയങ്കര സന്തോഷമായിട്ട് തന്നെ നമുക്കത് ആസ്വദിക്കാൻ പറ്റി. പിന്നെ അതാ ഇതിൻ്റെ മേളിലൊക്കെ വലിഞ്ഞ് കയറി ആ ഒരു സൺസെറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ സില്യൂട്ടായിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ടും, മാത്രമല്ല ആ ഒരു നേച്ചറിൻ്റെ ആ ഒരു സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ എൻജോയ് ചെയ്യാനും. പിന്നെ നമുക്ക് ആ ഒരു മരം കയറി സ്വഭാവം പണ്ടേ ഉള്ളതുകൊണ്ട് അതൊക്കെ നമുക്ക് എവിടെ പോയാലും നമുക്കതൊന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തോന്നും. സോ അതുകൊണ്ട് നമ്മളിങ്ങനെ ചാടി കയറി ഓരോ അഭ്യാസങ്ങളൊക്കെ കാണിച്ച് ഇങ്ങനെ നിന്നു. ഇനി ഈ വാക്ക് വേയിൽ നിന്ന് നമുക്ക് നേരെ പോകാനുള്ള ബീച്ചിലേക്കാണ്. ബീച്ച് അവിടെ നിന്ന് വളരെ അടുത്ത് തന്നെയാണ്. വേണമെങ്കിൽ നമുക്ക് നടന്ന് പോകാം, പക്ഷെ നമ്മൾ കാറിൽ തന്നെയാണ്. പിന്നെ അവിടെ നിന്ന് സഞ്ചരിച്ച് നേരെ ബീച്ചിലേക്ക് പോയി. സൺസെറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ബീച്ചിൻ്റെ അടുത്തായിട്ട് എത്തി. അവിടെ ചെന്നപ്പോഴത്തേക്ക് എല്ലാവർക്കും വിശപ്പായി. അപ്പോൾ അവിടെ ഒരു വാഫിളിൻ്റെ ഒരു കട കണ്ടുപിടിച്ചു. അപ്പോൾ അവിടെ നിന്ന് പലതരം വെറൈറ്റി വാഫിൾ ഓർഡർ ചെയ്തു. അവിടെ നിന്ന് അതെല്ലാം കിട്ടാനായിട്ട് കുറച്ച് സമയം എടുക്കും എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ഞങ്ങൾ ബീച്ചിൽ പോയി ഒന്ന് കാലൊക്കെ നനച്ചിട്ട് വരാം. ആ ഒരു ഗ്യാപ്പിൽ പുള്ളി അതൊക്കെ ഉണ്ടാക്കി വെക്കാമെന്ന് പറഞ്ഞു. സോ ഇരുട്ടാണ് എങ്കിലും നമുക്ക് ആ ഒരു ബീച്ച് കണ്ടാസ്വദിക്കണമല്ലോ, അതുകൊണ്ട് മാത്രം ഞങ്ങൾ ആ ഒരു ബീച്ചിലേക്ക് വെച്ച് പിടിച്ചു. കണ്ടില്ലേ, ആ ഒരു സ്കൈ എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര മാജിക്കലാണ്. ആ ഒരു ലൈറ്റ് അത് ഒരിക്കലും നമുക്ക് വേറെ എഡിറ്റ് ചെയ്ത് കയറ്റാനോ ഒന്നും പറ്റില്ല. ഇതൊക്കെ വളരെ നാച്ചുറലാണ്. ഒരു തരി പോലും എഡിറ്റ് ചെയ്യാതെ ഭയങ്കര നാച്ചുറലായിട്ട് നമുക്ക് ആ ഒരു അവിടെ നിന്ന് കിട്ടിയൊരു അറ്റ്മോസ്ഫിയറാണ്. ക്യാമറയിൽ എത്രത്തോളം വ്യക്തമാണെന്ന് എനിക്കറിയില്ല. നിങ്ങളിതൊക്കെ നേരിട്ട് വന്ന് കണ്ട് തന്നെ ആസ്വദിക്കണം. കുമ്പളങ്ങിയിൽ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു വാക്ക് വേയും ഈ ഒരു ബീച്ചും ഒക്കെ മസ്റ്റായിട്ടും വന്നിരിക്കണം. ഇതേപോലെ വന്ന് നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റും. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് വാഫിളൊക്കെ കഴിച്ചു. പല വെറൈറ്റിയിലുള്ള വാഫിൾസാണ് ട്രൈ ചെയ്ത് നോക്കിയത്. കിറ്റ്കാറ്റ് വാഫിൾ, വാനില വാഫിൾ, ചോക്ലേറ്റ് വാഫിൾ, ട്രിപ്പിൾ ചോക്ലേറ്റ് വാഫിൾ, അങ്ങനെ ഒരുപാട് വെറൈറ്റി ഓഫ് വാഫിൾസ്. എല്ലാം ഒന്നും അങ്ങനെ ഭയങ്കര ടേസ്റ്റി ആയിട്ട് ഫീൽ ചെയ്തില്ല, പക്ഷേ 1-2 ഐറ്റംസൊക്കെ നന്നായിട്ട് തോന്നി. ആ ഐറ്റംസിനൊക്കെ തന്നെ അത്യാവശ്യം നല്ല കോസ്റ്റും ഉണ്ട്. പക്ഷേ നമ്മളെന്താ ആ ഒരു നാടൻ വൈബിലുള്ളൊരു വാഫിളാണ്. നമ്മുടെ ഈ ഒരു കടയിൽ കിട്ടുന്ന പോലെ മറ്റേ ഷേപ്പിലൊന്നും അല്ല. ഇതൊരു കമ്പിൽ കുത്തി വെച്ച് ചെറിയ സെറ്റപ്പായിട്ടുള്ളൊരു വാഫിളാണ്. ടേസ്റ്റ് ഉണ്ട് കേട്ടോ, ടേസ്റ്റ് ഇല്ല എന്ന് ഞാൻ പറയില്ല, പക്ഷേ എല്ലാ ഐറ്റവും ഭയങ്കര ടേസ്റ്റി അല്ല. കിറ്റ്കാറ്റ് വാഫിൾ ഈ ഒരു കട നിങ്ങൾ കുമ്പളങ്ങിയിൽ എത്തുമ്പോൾ കാണുകയാണെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു സാധനം തന്നെയാണ്. വേർത്താണ്. കാരണം ആ ഒരു കുറച്ച് വിലയുണ്ടെങ്കിലും അതിനനുസരിച്ചുള്ള സാധനം അതിൻ്റെ അകത്തുണ്ട്. സോ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. എന്നിട്ട് അവിടെ നിന്നൊരു ഗോലി കിട്ടി. ഗോലി സോഡ വാങ്ങിച്ചപ്പോൾ ആ ഗോലിയെ ഒരു ചില പവിഴമുത്തൊക്കെയാക്കി മാറ്റിയ ചില പ്രമുഖരവിടെ ഉണ്ട്. സോ ഞങ്ങൾ ആ ഗോലിയൊക്കെ വെച്ച് കുറച്ച് നേരം അവിടെ നിന്ന് എൻജോയ് ചെയ്തു. ശരിക്കും നമ്മുടെ പ്രായം പോലും മറന്ന് നമ്മൾ വളരെ കൊച്ചു കുട്ടികളെ പോലെ അങ്ങനെ ബിഹേവ് ചെയ്യുന്ന അത്തരത്തിലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ആ ഒരു ട്രിപ്പ്. ഭയങ്കര എൻജോയ് ചെയ്ത് ഓരോ നിമിഷം നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ നമ്മൾ തിരിച്ച് സ്റ്റേയിലെത്തി. ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പ് ആവാനായിട്ട് എത്തിയപ്പോഴത്തേക്ക് ആ സ്റ്റേ ലൈറ്റൊക്കെ ഇട്ട് അവർ നൈറ്റ് ഭയങ്കര ബ്യൂട്ടിഫുള്ളാക്കി വെച്ചിട്ടുണ്ട്. സോ അവിടെ നിന്ന് കുറച്ച് നേരം ഫോട്ടോ ഒക്കെ എടുത്ത് അവിടേക്ക് ഒന്ന് എൻജോയ് ചെയ്തിട്ട് ഞങ്ങളവിടെ അടുത്ത് പള്ളിയിലൊരു പെരുന്നാളുണ്ട്. സോ അങ്ങോട്ടേക്ക് പോകാൻ തീരുമാനിച്ചു. അതിന് മുമ്പ് അവിടെ ആ ഒരു ചൈനീസ് നെറ്റൊക്കെ പുള്ളി റെഡിയാക്കുന്നുണ്ട് രാത്രിത്തേക്ക്. അപ്പോൾ അതിനുള്ള ആ ഒരു പ്രിപ്പറേഷൻസൊക്കെ കണ്ടിങ്ങനെ നിന്നു.
15-ാം നൂറ്റാണ്ടിലാണ് ഈ ചൈനക്കാർ നമ്മുടെ ഈ ഒരു കുമ്പളങ്ങിയിലേക്ക് എത്തിയതെന്നും അപ്പോഴാണ് ഈ ഒരു ചൈനീസ് നെറ്റിൻ്റെ ഒരു ഹിസ്റ്ററി പറയുന്നത്. അപ്പോഴാണ് ഈ ചൈനീസ് നെറ്റ് ഈ നാട്ടുകാരെ ഉപയോഗിക്കാനായിട്ട് പഠിപ്പിച്ചതെന്നൊക്കെയാണ് കഥകൾ. എന്തായാലും ഞങ്ങൾ ആ നേരത്തെ കണ്ട പള്ളിയുടെ അടുത്തേക്ക് നടന്നു പോയി. അവിടെ പെരുന്നാളിൻ്റെ ആ ഒരു അന്തരീക്ഷം ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കൊടുമ്പിരി കൊണ്ട് നിൽക്കുകയാണ്. അവിടെ പുണ്യാളൻ ഡ്രിങ്ക്സ് എന്നൊക്കെ പറഞ്ഞ കടകൾ, പിന്നെ അല്ലാതെ മാലക്കടകൾ, വളക്കടകൾ, കളിപ്പാട്ടങ്ങൾ, തോരണങ്ങൾ, മൊത്തത്തിലൊരു ഫെസ്റ്റിവൽ മൂഡ്. മറ്റേതൊരു നേച്ചർ മൂഡാണെങ്കിൽ ഇത് നേരെ ഫെസ്റ്റിവൽ മൂഡാണ്. ഒരേ ദിവസം തന്നെ 2 തരത്തിലുള്ള ഒരു വൈബ് എൻജോയ് ചെയ്യാനായിട്ട് പറ്റി. സോ നമ്മൾ അവിടെ നിന്ന് സ്ഥിരമായി കാണാറുള്ള മുളക് ബജി കടകളിൽ കയറി അവിടെ നിന്ന് കോളിഫ്ലവർ ഫ്രൈയും പിന്നെ അല്ലാതെ മുളക് ബജി നമ്മൾ പറഞ്ഞപ്പോഴത്തേക്ക് ലൈവായിട്ട് അപ്പം തന്നെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. മുളക് ബജി റെഡിയല്ലായിരുന്നു, പക്ഷേ പെട്ടെന്ന് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അതിനായിട്ട് കാത്തു നിൽക്കുന്ന സമയത്ത് ശോഭി നേരെ പോയിട്ട് ഒരു വലിയ കോട്ടൺ ക്യാൻഡി മേടിച്ചുകൊണ്ട് വന്നു. അതും നല്ല ടേസ്റ്റ് ആയിരുന്നു, നല്ല സോഫ്റ്റാണ്. നമുക്കറിയാമല്ലോ, അത് പ്രത്യേകിച്ചൊന്നുമില്ല, മധുരത്തിന് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് കളറൊക്കെ ആഡ് ചെയ്ത സാധനമാണ്. നമ്മൾ നല്ല ആസ്വദിച്ച് കഴിച്ചു. അതും ഭയങ്കര ടേസ്റ്റി ആയിട്ട് ഫീൽ ചെയ്തു. ശരിക്കും ഇത്തരം ഗ്യാതറിങ്സ് ശരിക്കും ലൈഫിൽ ഇടയ്ക്കൊക്കെ ഒന്ന് വേണം. നമ്മുടെ എല്ലാ ദിവസത്തെ ഈ തിരക്കിൽ ഇങ്ങനെ മോണോട്ടോണസ് ആയിട്ട് ജീവിതം പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാത്തിൽ നിന്നൊന്ന് വിട്ടു നിന്ന് ഇതേപോലെ ഒരു മുളക് ബജിയൊക്കെ ഒന്ന് കഴിച്ച് 2 ചായയൊക്കെ കുടിച്ച് കടലിരുന്നൊന്ന് തിരയൊക്കെ എണ്ണി സൺസെറ്റൊക്കെ കണ്ട് അങ്ങനെ ഇടയ്ക്കൊരു പള്ളിപ്പെരുന്നാളൊക്കെ കൂടി അല്ലെങ്കിൽ ഒരു അമ്പലത്തിൽ ഉത്സവമൊക്കെ കൂടി. അപ്പോൾ അതൊക്കെ ഒരു വൈബാണ്. അതൊക്കെ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് എൻജോയ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു ഓരോ സാധനങ്ങളൊക്കെ ട്രൈ ചെയ്യുന്നതിന് മുമ്പ്, ഈ ഫുഡിൻ്റെ ഐറ്റംസൊക്കെ ട്രൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊന്ന് ഹെസിറ്റേറ്റ് ചെയ്യും. എന്തായത് ഇത് സ്ട്രീറ്റ് ഫുഡല്ലേ കഴിക്കാമെന്നൊക്കെ. പക്ഷെ നമ്മൾ ആലോചിക്കുക, നമുക്കൊരു ജീവിതമേ ഉള്ളൂ. നമുക്ക് ദൈവം സഹായിച്ച് നല്ല രുചിക്കാനായിട്ടുള്ള നല്ല നാക്കും പല്ലും ഒക്കെ തന്നിട്ടുണ്ട്, തെറ്റില്ലാത്ത രീതിയിൽ ആരോഗ്യമുണ്ട്. അപ്പോൾ നമ്മളിതൊക്കെ കഴിക്കണ്ടേ? അപ്പോൾ ഇങ്ങനെ പള്ളിപ്പെരുന്നാളിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഫെസ്റ്റിനൊക്കെ പോകുമ്പോൾ സ്ട്രീറ്റ് ഫുഡൊക്കെ വല്ലപ്പോഴൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. നാളെ ഒരിക്കലും നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് ചിന്ത വരരുത്. സോ നമ്മളെന്തായാലും തിരിച്ച് നമ്മുടെ സ്റ്റേയിലെത്തി. ദെൻ ഇങ്ങനെ ചൈനീസ് നെറ്റും അല്ലാതെ മീൻ പിടിക്കുന്നതൊക്കെ കണ്ടു. കമ്പവല കിച്ചൺ ശരിക്കും രാത്രിയിൽ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. എസ്പെഷ്യലി ആ ഒരു ലൈറ്റും പരിപാടി അവർ സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഹാമക്ക് വേണമെങ്കിൽ കിടന്നുറങ്ങാം, അല്ലെങ്കിൽ അവിടുത്തെ അറ്റ്മോസ്ഫിയർ കണ്ട് ആസ്വദിച്ച് നിൽക്കാം. കൊതുകിൻ്റെ ശല്യമോ അങ്ങനത്തെ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ല. തമാശകളും കഥകളും ഒക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെ സമയം പോകുന്ന അറിയത്തുപോലുമില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിനൊരു സ്വകാര്യമായിട്ട് അഹങ്കരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ ഒരു കുമ്പളങ്ങി. കാരണം സിറ്റിയിൽ നിന്ന് ഒരുപാട് ദൂരെയൊന്നും അല്ല, വളരെ പെട്ടെന്ന് തന്നെ ഡ്രൈവ് ചെയ്തിട്ട് എത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. എന്നാൽ ഒരു തരി പോലും സിറ്റിയുടെ തിരക്കുകളോ ഒന്നും നമുക്ക് അനുഭവിക്കേണ്ടി വരില്ല. ആ ഒരു ക്വൈറ്റ് നേച്ചറുമായിട്ട് നമുക്കങ്ങനെ ബ്ലെൻഡ് ചെയ്ത് അങ്ങനെ ഇരിക്കാൻ പറ്റും. എസ്പെഷ്യലി ആ ഒരു കമ്പവല കിച്ചൺ എന്ന് പറഞ്ഞ ഈ ഒരു സ്റ്റേ ശരിക്കും പറഞ്ഞാൽ മെയിൻ റോഡിൻ്റെ വളരെ അടുത്താണ്. പക്ഷേ ഒരിക്കലും ഒരു വണ്ടിയുടെ ബഹളമോ ഒന്നും തന്നെ നമുക്കില്ല. അവിടെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇങ്ങനെ പോകുന്ന ബോട്ടുകളും പിന്നെ അവിടെ ദൂരെയായിട്ട് ആ ഒരു ചൈനീസ് നെറ്റ് അല്ലെങ്കിൽ ചീനവല വെച്ചിട്ട് മീൻ പിടിക്കുന്ന ചേട്ടനെയും എല്ലാം നമുക്കിങ്ങനെ കണ്ടിരിക്കാം. അങ്ങനെ നമ്മളെല്ലാം കണ്ട് ആസ്വദിച്ച് തമാശകളും കളികളുമായിട്ട് അങ്ങനത്തെ ആ ദിവസം കഴിഞ്ഞ് പോകാറായി. അപ്പോഴത്തേക്ക് നമുക്ക് നല്ല ഡിന്നർ വന്നു. ഡിന്നർ നല്ല ചപ്പാത്തിയും ചിക്കൻ കറിയും പിന്നെ വെജ് കറിയൊക്കെയാണ്. സോ ഞാൻ എന്തായാലും നോൺ വെജ് ആണെന്ന് ഒബ്വിയസ്ലി നിങ്ങൾക്ക് അറിയാമല്ലോ. സോ അങ്ങനെ ചപ്പാത്തി വാങ്ങിച്ചു, ചിക്കൻ കറി വാങ്ങിച്ചു. എല്ലാം ഞാൻ പറഞ്ഞല്ലോ, അവിടുത്തെ ഫുഡ് ഭയങ്കര ടേസ്റ്റിയാണ്, എന്നാൽ വലിയ റേറ്റും ഇല്ല. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഭയങ്കര ടേസ്റ്റിയാണ്, എസ്പെഷ്യലി ഉച്ചക്കത്തെ ഭക്ഷണം. സോ ഞങ്ങൾ ഉച്ചക്കത്തെ ഭക്ഷണം പോലെ തന്നെ വളരെ രസമായിട്ട് ആസ്വദിച്ച് രാത്രിത്തെ ഭക്ഷണം കഴിച്ചു. എന്നിട്ട് അവിടെ നിന്ന് ഫുട്ബോളൊക്കെ കളിച്ച് കുറച്ച് നേരം, പിന്നെ കുറച്ച് നേരം പാട്ടൊക്കെ ഇട്ടിട്ട് സുഖമായിട്ട് കിടന്ന് നല്ലപോലെ ഉറങ്ങി. രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ നല്ല മഴയാണ് അവിടെ. അപ്പോൾ നമുക്ക് എന്താ പല വൈബുകൾ എൻജോയ് ചെയ്യാനായിട്ട് പറ്റി. കുമ്പളങ്ങിയുടെ മഴയും വെയിലും അതേപോലെ തന്നെ രാത്രിയും പകലും എല്ലാം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. പള്ളിയുടെ വൈബ് എല്ലാം, അങ്ങനെ എല്ലാം കൊണ്ടും ഒരു കംപ്ലീറ്റ് ട്രിപ്പായിരുന്നു ശരിക്കും. ആ ഒരു ബീച്ച് അല്ലെങ്കിൽ ഒരു കായൽ അല്ലെങ്കിൽ ഒരു സ്റ്റാഗ്നൻ്റ് ആയിട്ടൊരു പ്ലേസ് അല്ല, പല പല വൈബുകൾ പല പല ഒരു അറ്റ്മോസ്ഫിയറുകൾ ആസ്വദിക്കാനായിട്ട് പറ്റി. മഴയൊക്കെ തോർന്ന് അല്പം കഴിഞ്ഞപ്പോൾ നല്ല വെയിൽ വന്നു. സോ ആ സമയപ്പോൾ പല്ലൊക്കെ തേച്ച് ഒന്ന് റെഡിയായി നമ്മൾ പിന്നെയും ഒന്ന് പുറത്തിറങ്ങി. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. നമ്മുടെ ആ ഒരു പോകാനായിട്ട് സമയമായി തുടങ്ങി. കുമ്പളങ്ങിയിൽ വന്ന ഒരു എൻജോയ് ചെയ്ത ദിവസം അവസാനിക്കാറായി. സോ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റായിട്ട് അപ്പവും നല്ല മുട്ടക്കറിയൊക്കെ ഉണ്ട്. മുട്ടക്കറി എന്ന് പറഞ്ഞാൽ കിഡിലെ മുട്ടക്കറിയാണ്. ഇത്തരം ഒരു മുട്ടക്കറി ഞാൻ ലൈഫിൽ കഴിച്ചിട്ടില്ല, അത്രയും ടേസ്റ്റ്. സത്യം പറയില്ല, ഞാൻ ചുമ്മാ തള്ളുന്നതല്ല, ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. അതിനോടൊപ്പം മുട്ട ഇല്ലെങ്കിൽ പോലും നമുക്ക് ആ ഗ്രേവി കൂട്ടി പോലും നമുക്ക് തട്ടാൻ പറ്റും. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറിയും ആ ഒരു അപ്പവും എല്ലാം കഴിച്ച് ലെനീസ് കമ്പവലയിലുള്ള എല്ലാവരോടും ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇനി ഒരിക്കൽ പിന്നെയും കൂടാന്നുള്ളൊരു ഉറപ്പോടുകൂടി നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരുമായിട്ട് ബൈ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. കമ്പവല കിച്ചണിലെ ഒരു സ്റ്റേക്കേഷന് ശേഷം ഞങ്ങൾ ഇവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.